തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തമിഴക വെട്രി കഴകം അധ്യക്ഷനും സൂപ്പർ താരവുമായ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പാർട്ടി നേതാവും നടിയുമായ രഞ്ജന നാച്ചിയാർ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയത്തെ ഒട്ടും ഗൗരവമായി കാണാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ജനതയെ നയിക്കാൻ കഴിയുമെന്ന ഗൗരവകരമായ ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. വിജയുടെ നിസ്സംഗതയും നേതൃഗുണത്തിന്റെ അഭാവവുമാണ് തന്നെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചതെന്ന് രഞ്ജന വ്യക്തമാക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട പ്രാഥമികമായ അച്ചടക്കം പോലും വിജയ്ക്കില്ലെന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് മാത്രം എഴുന്നേൽക്കുന്ന അദ്ദേഹം ഒരു ദിവസം 7 മണിക്കൂർ പോലും പാർട്ടി കാര്യങ്ങൾക്കായി മാറ്റിവെക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. TVK ഓഫീസിൽ വരുന്നത് അത്യപൂർവമാണെന്ന് മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും രഞ്ജന വെളിപ്പെടുത്തി. വിജയ്ക്ക് ചുറ്റുമുള്ളത് അത്യന്തം അപകടകരമായ സ്വഭാവമുള്ള ആളുകളാണെന്നും അവരുടെ സ്വാധീന വലയത്തിലാണ് പാർട്ടിയെന്നും രഞ്ജന ആരോപിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടും അവരെ മാറ്റാൻ വിജയ് തയ്യാറാകുന്നില്ല എന്നത് നേതൃത്വത്തിന്റെ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിജയിനെ അന്ധമായി വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് യുവ ആരാധകരുടെ ഭാവി ഓർത്താണ് തനിക്ക് ആശങ്കയെന്ന് രഞ്ജന പറയുന്നു. യുവാക്കളുടെ വികാരം രാഷ്ട്രീയമായി ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും സത്യം തിരിച്ചറിയുമ്പോൾ അവർ വലിയ നിരാശയിലാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. സിനിമയിലെ താരപരിവേഷം രാഷ്ട്രീയത്തിൽ വിജയിക്കാനുള്ള മാനദണ്ഡമല്ലെന്നും കൃത്യമായ പ്രവർത്തനവും ജനങ്ങളുമായുള്ള സമ്പർക്കവുമാണ് വേണ്ടതെന്നും രഞ്ജന ഓർമ്മിപ്പിക്കുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് രാഷ്ട്രീയ കരുനീക്കങ്ങൾ സജീവമാക്കുന്നതിനിടെ വന്ന ഈ വെളിപ്പെടുത്തലുകൾ TVKയ്ക്ക് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. അതേസമയം തന്റെ രാഷ്ട്രീയ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽ ഹാസനും രംഗത്തെത്തി. നടൻ വിജയ് പെരമ്പൂരിൽ നിന്ന് ജനവിധി തേടുന്നതിനെക്കുറിച്ചും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK സഖ്യവുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. രാഷ്ട്രീയവും സിനിമയും ഒരുപോലെ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള തന്റെ നിലപാടുകൾ അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് പെരമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ കമൽഹാസനോട് ചോദിച്ച പ്രധാന ചോദ്യം. താൻ എന്തിന് അതെല്ലാം ശ്രദ്ധിക്കണമെന്നും തനിക്ക് വേറെന്തെല്ലാം ജോലികളുണ്ട് എന്നുമാണ് കമൽഹാസൻ ഇതിന് മറുപടി പറഞ്ഞത്. തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും വരാനിരിക്കുന്ന സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന രജനീകാന്തിനൊപ്പമുള്ള KH*RK എന്ന ചിത്രത്തിലാണ് കമൽഹാസൻ അടുത്തതായി അഭിനയിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കൂ എന്ന് കമൽഹാസൻ അറിയിച്ചു. രാജ്യം നേരിടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ DMK സഖ്യം അത്യാവശ്യമാണെന്നും സീറ്റുകളുടെ എണ്ണത്തിനല്ല മറിച്ച് തന്റെ കടമയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.